വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു അടിപൊളി കിടുക്കാച്ചൊരു സംഭവമായിട്ടാണ് സുപ്പ് വന്നത്. പറഞ്ഞു തരാം കേട്ടോ. കാർക്കൂന്തലൊക്കെ നമ്മൾ കറുപ്പിക്കാനും വളർത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇതൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ വീടുകളിൽ കറിവേപ്പില ഉണ്ടല്ലോ, എല്ലാ വീടുകളിലും കാണുമെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയി ഇച്ചിരി കട്ട് പറിച്ചോ, ഒരു കുഴപ്പമില്ല. കേട്ടോ, അവരൊന്നും പറയത്തില്ല. മതിലിൻ്റെ പുറത്തോട്ടും വെളിയിലും ഒക്കെ കാണും കറിവേപ്പില. കുറച്ചൊക്കെ കട്ട് പറിക്കാം നമുക്ക് കേട്ടോ. കറിവേപ്പില കട്ട് പറിച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് നട്ടാൽ നന്നായിട്ട് വളരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കറിവേപ്പില കട്ട് പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക. നന്നായിട്ട് വളരുമെന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കാം. പക്ഷെ നമ്മൾ കട്ട് പറിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സുപ്പ് കട്ട് പറിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നല്ല ഒരു പിടി കറിവേപ്പില ഊരിയെടുക്കുകയോ ഒടിച്ചെടുക്കുകയോ വേണം. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വേണം. ഈ സംഭവം ഈ ചിലന്തി ചെറിയ ജീവികളൊക്കെ കാണുമല്ലോ, അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മളുണ്ടല്ലോ നല്ല കട്ടത്തൈര്, ഒരുപാട് പുളിയില്ലാത്ത കട്ടത്തൈര് എടുക്കുക. എന്നിട്ട് നമ്മൾ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് എനിക്ക് സുജാത ചേച്ചിയാണ്, അതാണ് ഞാനീ പറയുന്നത് കേട്ടോ. ആ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുടിയിൽ തേക്കത്തില്ലേ, അതിനകത്ത് വേണമെങ്കിൽ എണ്ണ, നിങ്ങളുടെ വെളിച്ചെണ്ണയാണോ എങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണയാണെങ്കിൽ അങ്ങനെ. ഇതും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ മുടിയിൽ, സ്കാൽപ്പിലും മുടിയിലും ഒക്കെ വാരി ഇങ്ങോട്ട് പൊത്തി കൊടുക്കും നന്നായിട്ട്. ഇത് നമ്മുടെ കറിവേപ്പിലയെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് കറക്കാനതേ. നമുക്ക് ഇനി ഡൈ ഒന്നും അടിക്കണ്ട. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൈ നമ്മൾ നാച്ചുറലായിട്ട് ഡൈ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും, നല്ല തിക്കായിട്ട് മുടിയും വളരും കേട്ടോ. കറിവേപ്പിലയൊക്കെ മുടി കറക്കാനും നല്ല മുടി കിളിർത്ത് വരാനും ഒക്കെ നല്ലതാണ്. തൈരും അതിനെക്കാട്ടിൽ സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ലതായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ. നിങ്ങൾക്കൊക്കെ ഒരുപാട് മുടിയുണ്ടെന്ന് സുപ്പൂനറിയാം. സുപ്പൂന് കുറച്ചല്ലേ ഉള്ളൂ കാർക്കൂന്തലേ. അത് കറുപ്പിക്കാൻ ഞാൻ വളർത്താനൊന്നും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാലും മുടിക്ക് നല്ല കറുപ്പ് വരാനും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം. ഡൈ ഒന്നും ഇനി വേണ്ട. ഞാൻ ഡൈ ഇനി അടിച്ചില്ല എന്നൊന്നും വിഷമിക്കേണ്ട. തുടർച്ചയായിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. അതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്തതാണ് നമ്മുടെ തൈരും നമ്മുടെ കറിവേപ്പിലയും. മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പും കിട്ടാൻ ഇത് ഒരു നല്ലൊരു മരുന്നാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കഴുകുമ്പോൾ സാധാ പച്ചവെള്ളത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഷാമ്പു ഇടരുത്. നിങ്ങൾ ഷാമ്പു ഇടുക ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല. നല്ല തലേന്ന ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് നമുക്ക് നന്നായിട്ട് കഴുകി കളയാം. അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തി താളിയോ, അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും താളിയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊഴിച്ച് നമുക്ക് മുടി നന്നായിട്ട് കഴുകി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് മുടി ഉണക്കണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉണക്കി കെട്ടിവെക്കാനും നോക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുടിയും ഒത്തിരി തിക്ക് മുടിയൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ തൈരോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴേ ആ കുഴപ്പങ്ങളായിരിക്കും, വൈറസും ഫംഗസും ഒക്കെ കൂടി കയറും കേട്ടോ. അതുകൊണ്ട് മുടി നന്നായിട്ട് കഴുകുക, നന്നായിട്ട് ഒലമ്പി. തോടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി തോട്ടി ചാടിക്കുക, അല്ലെങ്കിൽ ആറുണ്ടെങ്കിൽ ആറ്റിൽ പോയി ചാടിക്കോ. പക്ഷേ ഇതൊക്കെ ആറ്റിലും തോട്ടിലും ഒക്കെ നമ്മൾ മുടി നന്നായിട്ട് കഴുകിയെടുത്താൽ മുടിക്ക് നല്ല വ്യത്യാസം കിട്ടും, മുടി വളർച്ചയും കിട്ടും കേട്ടോ. ഞാൻ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഞാൻ പറയത്തില്ല ആരാണെന്ന്, പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ അത്രയും മുടിയുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുണി കഴുകാൻ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. തുണി കഴുകാൻ പോകുമ്പം ആ മുടി തോട്ടിൽ മുടി ഇങ്ങനെ കഴുകത്തില്ലേ, തല മാത്രം കഴുകി വരുന്നത് കൊണ്ട് ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പേര് പറയത്തില്ല കേട്ടോ. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്ക് ഇങ്ങനെ കഴുകിയിട്ട് വരുമ്പം ഇപ്പം എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു മുടിയുണ്ടെന്ന്. നന്നായിട്ട് കിളിക്കുന്നുണ്ട്. ആളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. നല്ല വ്യത്യാസമുണ്ട്. ഈ ആറ്റിലും തോട്ടിലും ഒക്കെ ഈ ഒഴുക്ക് വെള്ളമില്ലേ, ഒഴുക്ക് വെള്ളം ആകുമ്പോൾ നമ്മുടെ ആ മുടി അതിനകത്തിട്ട്
കഴുകിയാൽ നന്നായിട്ട് മുടി കിളിക്കും. നിങ്ങളല്ലെങ്കിൽ പരീക്ഷിച്ചോ, നമുക്കല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ എന്നെയും കൂടെ വിളിച്ചു നമുക്ക് ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ പോയി ചാടാൻ കേട്ടോ. മുടി നമുക്ക് കിളിർപ്പിച്ചെടുക്കണം കേട്ടോ. ആർക്കാ ഇത്ര ഏത് സ്ത്രീകളാണെങ്കിലും ഇച്ചിരി മുടി ആർക്കും ആഗ്രഹമില്ലാത്തതല്ലേ. ചിലർക്ക് ചിലപ്പം ചെറുതായിട്ടൊക്കെ കിളിക്കത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് മുടി കിളിർക്കുന്നുണ്ട്, പക്ഷേ ഇത് പൊട്ടിപ്പോവാണ്. ഞാൻ ഈ ക്ലിപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ഇടുന്നത് കൊണ്ട് കൂടുതലും മുടി അങ്ങനെ പൊട്ടിപ്പോകാറാണ് ചെയ്യുന്നത്. കിളിർത്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ മോനെയും കൊണ്ടങ്ങ് മുറിപ്പിക്കുകയും ചെയ്യും. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഇതും കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ നാച്ചുറലായിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം. കിടു റിസൾട്ട് തരുന്ന ടിപ്പുകളാണ് സുപ്പു കാണിച്ചിരുന്നത്. അതേപോലെ മുടിക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണിത്. നമ്മുടെ തൈര് കുട്ടൻ കറിവേപ്പില മുടി വളരാനും കറക്കാനും ഇത് സൂപ്പറാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. കഴുകുന്നത് കഞ്ഞിവെള്ളത്തിലോ മറ്റെന്തെങ്കിലും താളിയിലോ നമുക്ക് അത് കഴുകി നന്നായിട്ട് ഉണക്കി എടുക്കണം. ഷാമ്പു ഉപയോഗിക്കരുത്. ഇതൊക്കെയുള്ള ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിത് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് പുളിയില്ലാത്ത തൈര് നിങ്ങൾ എടുക്കാൻ നോക്കണം കേട്ടോ. നല്ല കട്ട തൈരൊക്കെ എടുത്ത് തന്നെ, അല്ലാതെ മോരായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്കത് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ കട്ട തൈരാകുമ്പോൾ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തൈരാകുമ്പം നല്ലതാണ് കേട്ടോ. അത് അരച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നല്ല ടിപ്പുകളും എളുപ്പം ചെയ്യാൻ പറ്റിയ സംഭവം അടിപൊളി കിടുക്കാച്ചി ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.